Assalamu alaikum. Peace be upon you all and welcome back. ഇന്ന് ഞാനൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. ഇതിൻ്റെ പേര് പിനാക്കൊലാഡ എന്നാണ്. പേര് കേൾക്കുന്ന പോലെ ഭയങ്കര സംഭവമൊന്നുമല്ല, ഭയങ്കര ഈസിയാണ്. ഇതിൻ്റെ ഓതൻറ്റിക് റെസിപ്പിയിൽ ശരിക്കും ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനിവിടെ വെർജിൻ പിനാക്കൊലാഡയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്, നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം, ഇതിനെങ്ങനെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. മെയിനായിട്ട് പൈനാപ്പിളും കോക്കനട്ട് മിൽക്കുമാണ്. കോക്കനട്ട് ക്രീം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കണം കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ 1 പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ, നല്ല കട്ടിക്ക് പിഴിഞ്ഞെടുത്തതാണ്. ഇത് 1 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. പൈനാപ്പിൾ വന്നിട്ട് ഒരു മീഡിയം സൈസിൻ്റെ പകുതിയുടെ പകുതി, നമ്മൾ 1/4 ഭാഗം മാത്രമേ ഉള്ളൂ. അതിനിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒരു ബ്ലെൻഡറിലേക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഐസ് ക്യൂബ്സും നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒതൻറ്റിക് റെസിപ്പിയിൽ ഞാൻ പറഞ്ഞല്ലോ, ആൽക്കഹോൾ യൂസ് ചെയ്യും, റമ്മാണ് അവർ ചേർക്കുന്നത്. അപ്പോൾ നമ്മളിത് നോൺ ആൽക്കഹോളിക്കായിട്ട് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഞാനിത് പരിക്കുന്നൊന്നുമില്ല, ഡയറക്റ്റ് അങ്ങ് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഈ ഒരു അളവിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 4 ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാനുള്ളതുണ്ടാവും. നല്ല ടേസ്റ്റിയാണ്. ഈ നാട്ടിലൊക്കെ നല്ല ചൂടല്ലേ, അപ്പോൾ ഇതുപോലെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രിങ്കൊക്കെ കഴിച്ചാൽ നല്ലതായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ഇൻഷാ അല്ലാഹ് കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.